വെൽക്കം ബാക്ക് ടു റേഡിയൻറ്റ്. ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന സോഷ്യൽ സയൻസ് 2-ലെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ വരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ച കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. വെറുതെ കുറേ കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്കിവിടെ കാര്യമില്ല. കുറച്ച് മനസ്സിലാക്കണം, കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്കിവിടെ ആദ്യം ഇന്ത്യൻ എക്കോണമി എന്നല്ല, മൊത്തം എക്കോണമിയിൽ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നതെന്നുമാണ് ഇവിടുത്തെ ആദ്യത്തെ ഭാഗത്ത് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. പിന്നെ കേരളത്തിലെ കാര്യത്തിലോട്ടും വരും. ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ 5 ഇയർ പ്ലാനിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത് നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ വരും. തുടങ്ങാമല്ലോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്താണെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു രാജ്യത്തും ഏതൊരു മനുഷ്യരുള്ള സ്ഥലത്തും മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. അത് ഉൽപ്പാദിപ്പിച്ച് അത് ആവശ്യക്കാരന് കൊടുത്ത് പകരം പൈസ വാങ്ങുന്ന ഈ ഒരു പ്രവൃത്തിയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർക്ക് ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മളത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ വാങ്ങുന്നു. ഇതാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെ വരും? ഉൽപ്പാദനം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇത് മൂന്നുമാണ് എക്കണോമിക് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. ഇത് മൂന്നും നടക്കുന്ന ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ഇത് മൂന്നും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കോണമി എന്ന് വിളിക്കുന്നത്. എക്കോണമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്കോണമി എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് പിടികിട്ടി കാണും. അപ്പോൾ മനുഷ്യന് ആവശ്യമായ സാധനങ്ങൾ, സേവനങ്ങൾ, ഇവിടെ കൃഷി ചെയ്യുന്നു, നമ്മൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു, വ്യാവസായിക ശാലകൾ പ്രവർത്തിക്കുന്നു, ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, ഇവിടെ സേവനം, ഡോക്ടേഴ്സ് കൊടുക്കുന്നു, റോഡ് സേവനമാണ്. അപ്പോൾ ഇത്തരം സേവനങ്ങളെല്ലാം മനുഷ്യർക്ക് ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഉപയോഗമുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ പകരം നമ്മൾ കാശ് കൊടുക്കും, അങ്ങനെ അവർക്ക് ഗുണം കിട്ടും. ആ പൈസ വെച്ച് അവരവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ രാജ്യത്തിനകത്ത് ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനാണ് നമ്മൾ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ആവും, അല്ലേ? തൊഴിൽ കിട്ടും, നമുക്ക് സ്വന്തമായി കിട്ടും. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ മറ്റൊക്കെ നമ്മൾ തൊഴിൽ കൊടുക്കുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യും. വരുമാനം കൂടുമ്പോഴത്തേക്കും നമ്മുടെ പർച്ചേസിങ് പവർ കൂടും. അതായത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള പവർ കിട്ടും. അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് കൂടും? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരും. കൈ കാശുള്ളപ്പോഴല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. നമ്മളതിൽ കാശ് വരുമ്പോൾ അല്ലേ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? കൈ കാശുള്ളപ്പോഴല്ലേ നമ്മൾ മാളിൽ പോകാൻ വിചാരിക്കുന്നത്? കൈ കാശുള്ളപ്പോൾ അല്ലേ നമുക്ക് തിയേറ്റർ വേണ്ടത്? നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോഴല്ലേ നമുക്ക് പുതിയ കാറുകൾ, പുതിയ മോഡലുകൾ വേണ്ടി വരുന്നത്? അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ ഒരു വ്യക്തി ആയാലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, ഒരു ഗവൺമെൻറ് ആയാലും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് ആണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ നോക്കും, വ്യക്തികളാണെങ്കിൽ എന്തായിരിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ നോക്കും. അതിലൂടെ വരുമാനം കൂടും, അതിലൂടെ നമ്മുടെ ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു ബോറിംഗ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ബോറൊക്കെ അടിക്കും, പക്ഷെ നമുക്ക് പിടിച്ചു തന്നേ പറ്റുള്ളൂ, നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓൾ എക്കോണമീസ് അല്ലേ എന്തിനാണ് എയിം ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ടും കൂട്ടാം, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അതായത് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തുന്നു, വരുമാനം, പൈസ, രൂപ കൂട്ടുന്നു. ഇനി ക്വാളിറ്റിയിൽ മാറ്റം വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനവും കൂടും, നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളും കൂടും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ, നിങ്ങളിപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയുടെ നടുക്ക് ഒരു ഡെസേർട്ടിൻ്റെ നടുക്ക് താമസിക്കുകയാണ്. നിങ്ങളതിൽ ഒരുപാട് കാശുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെ? കയ്യിൽ ഒരുപാട് കാശുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധനികനാണോ എന്ന് ചോദിച്ചാൽ ധനികനാണ്. പക്ഷേ ആ പൈസ കൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെങ്കിൽ ഈ കയ്യിലെ കാശിനോടൊപ്പം തന്നെ നമുക്ക് അത് വാങ്ങാൻ കടകൾ വേണം, അല്ലേ? നല്ല ഫെസിലിറ്റീസ് വേണം. അതില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അതിനാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ചേഞ്ചസ് റെഫേഴ്സ് ടു ദ എക്കണോമിക് ഗ്രോത്ത്. അതായത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളർച്ചയെ സൂചിപ്പിക്കുന്നെങ്കിൽ ക്വാളിറ്റി
റെഫേഴ്സ് ടു ഡെവലപ്മെൻറ്റ്. ക്വാളിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ പിടിയിട്ട് കാണുമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമുക്ക് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി, ഒരാൾക്ക് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റമുണ്ടായാൽ, അതായത് നമ്മുടെ വരുമാനം കൂടിയാൽ അത് എക്കണോമിക് ഗ്രോത്ത്. എന്നാൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ വരുമാനത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരങ്ങളും മാറിയാൽ അതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ 2 പോയിന്റ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എക്കണോമിക് ഗ്രോത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വ്യത്യാസം എന്താണെന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും. അത് നിങ്ങളിപ്പോഴേ മനസ്സിലാക്കി. ക്വാണ്ടിറ്റിയിൽ മാത്രം മാറ്റം വന്നാൽ അത് ഗ്രോത്ത്, ക്വാണ്ടിറ്റിയോടൊപ്പം ക്വാളിറ്റിയിൽ മാറ്റം വന്നാൽ അത് ഡെവലപ്മെൻറ്റ്. അപ്പോൾ വിശദമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്, ഇതുപോലെയുള്ള നോട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ചാപ്റ്റർ ഇന്നിപ്പോൾ 1ാമത്തെ പാർട്ട് അപ്ലോഡ് ആകുമ്പോൾ തന്നെ ഫുൾ നോട്ടൊന്നും വരത്തില്ല, അത് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വയ്ക്കാം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതിനെയാണ് നമ്മൾ എക്കോണമി എന്ന് വിളിക്കുന്നത്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം എന്തിനാണ്, നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ക്വാണ്ടിറ്റിയും കൂട്ടാം, ക്വാളിറ്റിയെയും കൂട്ടാം. ക്വാണ്ടിറ്റിയെ കൂട്ടിയാൽ അത് ഗ്രോത്ത്, ക്വാളിറ്റിയെ കൂട്ടിയാൽ അത് ഡെവലപ്മെൻറ്റ്. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, അതിലൂടെ ഇൻകവും പർച്ചേസിംഗ് പവറും കൂട്ടുക, അങ്ങനെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂട്ടുക. ഇതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തന്നെയാണ്, എന്നാലും അങ്ങനെ നമുക്ക് രണ്ടിടത്തിരിക്കാം അല്ലേ. എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും. എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്, ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റം അല്ലെ ഒരു എക്കോണമിയുടെ. അപ്പോൾ നമ്മൾ ഇനി പറയുമ്പോൾ വ്യക്തിയിലല്ല നിൽക്കുന്നത്, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മൊത്തത്തിലാണ് പറയുന്നത്. അപ്പോൾ എക്കോണമിയുടെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നാൽ, അതായത് ക്വാണ്ടിറ്റി പൈസയിൽ കൂടുതൽ വന്നാൽ അതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് പ്രൊഡക്ഷൻ കൂടുന്നു അല്ലെങ്കിൽ മെറ്റീരിയൽ എക്സ്പാൻഷനിലൂടെയാണ് നടക്കുന്നത്. അതായത് സാധനങ്ങൾ, ഫിസിക്കലി ഉള്ള ഗുഡ്സ്, സാധനങ്ങളുടെ കൂടുതലാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്കതിനെ GDP വെച്ചിട്ട്, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വെച്ചിട്ടാണ് കണ്ടെത്തുന്നത്. നമ്മളിനി അത് വഴിയെ എന്ത് ചെയ്യും, പഠിക്കും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ക്വാളിറ്റിയിലുണ്ടാകുന്ന മാറ്റമാണ്. ഓക്കെ. അതായത് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ഹെൽത്തിൻ്റെ ക്വാളിറ്റി, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഒരു വെൽ ബീയിങ്ങും കൂടെ നമ്മൾ ഇതിനകത്ത് ഒപ്പം കൂട്ടിയാൽ, അതായത് പൈസ കൂടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസും ഒക്കെ കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. വിശദമായി തന്നെ പഠിക്കാം. ആദ്യം നോക്കാം എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്തിൻ്റെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ദേശീയ വരുമാനവും വർദ്ധിക്കും. അപ്പോൾ ദേശീയ വരുമാനം വർദ്ധിച്ചാൽ അത് എന്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് GDP. മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക്, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രൂപയിലുള്ള മൂല്യം, മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് വിളിക്കുന്നത്. ഈ GDPയിൽ ഉണ്ടാകുന്ന വർധനവിനെ തന്നെയാണ് നമുക്ക് എന്തെന്ന് പറയാം, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷത്തെ എടുക്കുകയാണ്, 12 തൊട്ട് 25 വരെ. കണ്ടോ, ഇതിങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. ഒരേ ഒരു സമയം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾ എന്ത് വന്നപ്പോഴാണ്, കൊറോണ വന്നപ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ എന്താണ്, വളർച്ചയാണ് അല്ലേ. അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത്, എക്കണോമിക് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ് തന്നെയാണ് എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് മാറുന്നത്. അത് നമ്മുടെ എക്കോണമി എന്ത് ചെയ്യും, വളർത്തും. അപ്പോൾ അതെങ്ങനെ നമ്മൾ അറിയും, ഈ പറയുന്ന GDP അല്ലേ. വി ഹാവ് ലേൺഡ് ദാറ്റ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് all the goods and services produced within the domestic territory of a country. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ. അപ്പോൾ അത് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വളർച്ച ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്കണോമിക് ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു രാജ്യത്തിൻ്റെ GDPയിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് നമുക്കപ്പോൾ എന്തായിട്ട് കണക്കാക്കാം, എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കണക്കാക്കാം. ഈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ
എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, കൂടുതൽ ഇൻകം കിട്ടും. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു, അതിലൂടെ കൂടുതൽ വരുമാനം കിട്ടുന്നു, അതുപോലെ കൂടുതൽ ആൾക്കാർക്ക് ജോലിയും കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നത്, GDP അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ എക്കോണമി എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു, അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി കിട്ടി, കൂടുതൽ പേർക്ക് ജോലി കിട്ടുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടി, വരുമാനം കിട്ടുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടി, അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചർ കൂടും, അങ്ങനെ മൊത്തത്തിൽ സംഭവിക്കും. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ GDP ഉണ്ടാകുന്ന വർധനവ്. അതുണ്ടാകുമ്പോൾ ഗുണം എന്താണ്? അത് കൺട്രിയുടെ കപ്പാസിറ്റി, എന്തിനുള്ള കപ്പാസിറ്റി, ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യും, കൂടും, പ്രൊഡക്ഷൻ കൂട്ടും, എംപ്ലോയ്മെൻറ്റ് കൂട്ടും, ഇൻകവും കൂട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അളക്കാം? എക്കണോമിക് ഗ്രോത്ത് അളക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് മനസ്സിലാക്കാം, ഇത് പേരുണ്ടെന്നേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. പിന്നെ ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം. ഇത് രണ്ടും വെച്ച് നമുക്ക് എക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യം വരുന്നതാണ് എന്താണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ആ വാക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഉത്തരം കിട്ടി. എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, എക്കോണമിയിലുണ്ടായ വളർച്ചയുടെ നിരക്ക്. അപ്പോൾ നിങ്ങൾക്ക് വളർച്ച ഉണ്ടായോ ഇല്ലേ എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഉയരം എത്രയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഉയരം എത്രയാണ്, ഉയരത്തിൽ വന്ന മാറ്റമാണ് നിങ്ങളുടെ വളർച്ചയിലുണ്ടായ മാറ്റം. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റ് എത്രയാണ്, ഇപ്പോഴുള്ള വെയിറ്റ് എത്രയാണ്, അതിലുണ്ടാകുന്ന മാറ്റമാണ് വളർച്ചയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വരുമാനം, അതായത് കറണ്ട് GDPയെ മുൻ വർഷത്തെ GDPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ GDPയും മുൻവർത്തെ GDP നമ്മുടെ വ്യത്യാസം എടുക്കും. നമ്മളതിനെ എന്ത് ചെയ്യും, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയറിൻ്റെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, റേറ്റ് കിട്ടും അല്ലേ. അതായത് ഉണ്ടായ മാറ്റം താരതമ്യം ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്രാക്ഷൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ, ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്ന GDP, അതാണ് പ്രീവിയസ് ഇയർ GDP അല്ലേ. അതിന് നമ്മൾ ഇപ്പോൾ ഉണ്ടായ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന GDP മുന്നത്തെ എന്നുള്ള വ്യത്യാസം അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ GDP. അപ്പോൾ ചേഞ്ച് ഇൻ GDPയെ നമ്മൾ മുൻവർഷത്തെ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് കിട്ടും. അതിന് റേറ്റ് എന്ന് പറയാനായിട്ട് പെർസെൻറ്റേജിലോട്ട് മാറ്റണം, അതിനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പോഴുള്ള GDP മൈനസ് മുന്നേ ഉള്ള GDP, ഇതാണ് ചേഞ്ച് ഇൻ GDP. ഇതാണ് എന്തെന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ GDPയിലുണ്ടായ മാറ്റം ബൈ മുന്നത്തെ GDP ഇൻറ്റു 100 എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഫോർമുല പഠിച്ചു വയ്ക്കണം. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് വളർച്ചയാണോ ഉണ്ടായത്, തളർച്ചയാണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, 2012 മുതൽ 2025 വരെയുള്ള GDP ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. GDP. അപ്പോൾ ഈ GDPയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് നോക്കടാ, ഈ വർഷത്തെ GDP ഇത്രയും, തൊട്ട് മുന്നത്തെ വർഷത്തെ GDP ഇത്രയും. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇതിന് ശതമാനത്തിൽ പറഞ്ഞാൽ അതാണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതാ കണ്ടോ, ഈ വരെ 2012 തൊട്ട് 2017 വരെ ഏതാണ്ട് ഇത് കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, 5.5 ആയിരുന്നു, 6.4 ആയി, 7.4 ആയി, 8 ആയി, 8.3 ആയി. എന്നാൽ 17 തൊട്ട് ഈ പറയുന്ന ഒരു 21 വരെയുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 21 വരെ എടുക്കണം, നമുക്ക് 20 വരെ എടുക്കാം. 20 വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടോ, കുറയുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് ആവുന്നുണ്ടോ, ഇല്ല. അതായത് നോക്ക്, ഈ വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മുമ്പുണ്ടായിരുന്ന വ്യത്യാസത്തിനേക്കാളും കുറവാണെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് താഴോട്ട് പോയത്. കണ്ടോ, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവനെയും താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയെന്ന് പറയുന്ന 8 ഉണ്ടായിരുന്നു. ഇവനെയും താരതമ്യം ചെയ്യുന്നപ്പോൾ തിരിച്ചു അല്ലേ, ഇവനെയും താരതമ്യം ചെയ്തപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 8% ഉണ്ടായിരുന്നു. ഇവനെയും ചെയ്തപ്പോൾ 8.3 ഉള്ളൂ. തൊട്ട് അടുത്ത വല്ലതും ആയപ്പോഴത്തേക്കും നമുക്ക് ഈ വ്യത്യാസം മാറി, അങ്ങനെ അത് കുറഞ്ഞ് 6.8 ഉള്ളൂ, കുറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തല്ല, നമുക്ക് ഗ്രോത്ത് ഉണ്ട്, ഈ വ്യത്യാസം കുറഞ്ഞു. വ്യത്യാസം മുന്നേ 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു, അത്രയേ ഉള്ളൂ. 6.8 ആയി, 6.5 ആയി, 3.9 ആയി. പക്ഷേ ഇവിടെ 2020 ആയപ്പോൾ കൊറോണ വന്നപ്പോൾ എന്ത് പറ്റി, നമ്മുടെ GDP കണ്ടോ, ഇവനേക്കാളും താഴെയാണ് ഇവൻ, കണ്ടോ. അപ്പോൾ നെഗറ്റീവിൽ പോയി. അപ്പോൾ എത്രയായി, -5.8 ആയി. അങ്ങനെ ആദ്യമായിട്ട് നെഗറ്റീവും വന്നു. അപ്പോൾ നമുക്ക് GDPയിലുണ്ടാകുന്ന വ്യത്യാസം ഉപയോഗിച്ച് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ആണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് പറ്റി, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായില്ല, നമുക്കിവിടെ എന്തുണ്ടായി, നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായി. എന്തുണ്ടായി, നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായി. ബാക്കി എല്ലായിടത്തും
കൂടുന്നതും കുറയുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം എന്താണ്, പോസിറ്റീവാണ്. കാരണം ഒരിക്കലും ഇതൊരു മൈനസ് സംഖ്യയിലോട്ട് പോയില്ല. അപ്പോൾ മാറ്റം ഉണ്ടായി, അത് ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോസിറ്റീവ് സംഖ്യയായിരിക്കും. എന്ന് വെച്ചാൽ എന്താടാ പിടികിട്ടിയോ, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയോ. എടാ കറണ്ട് ഇയർ ജി ഡി പിയിൽ നിന്ന് മുന്നത്തെ ജി ഡി പി കുറയ്ക്കുമ്പോൾ ആലോചിച്ച് നോക്കേ, ഇപ്പോഴത്തെ ജി ഡി പി കഴിഞ്ഞ വർഷത്തെ ജി ഡി പിയെക്കാളും കൂടുതലാണെങ്കിൽ ഇത് വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ എന്തായാലും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഗ്രോത്ത്. ഇനി എപ്പോഴെങ്കിലും ഈ പറയുന്ന കറണ്ട് ജി ഡി പി എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയും മുൻവർഷത്തെ ജി ഡി പി വലുതുമാകുമെങ്കിൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആവും. പിടികിട്ടി കാണുമല്ലോ. ഇപ്പോൾ അതാണ് നെഗറ്റീവ് സംഭവിച്ചത്. അതായത് ഇവിടെ മാത്രം എന്ത് പറ്റി, ഈ വർഷത്തെ ജി ഡി പിയെക്കാളും കുറഞ്ഞു, കൊറോണ കാരണം കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി, ഇതിൽ നിന്നും ഇത് കുറച്ചപ്പോൾ സംഖ്യ എന്തായിട്ട് മാറി, മൈനസ് ആയിട്ട് മാറി. ഇതാണ് സംഭവം. ഇതാണ് ജി ഡി പി എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ജി ഡി പി ഇൻ ദ കറണ്ട് ഇയർ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം ഉണ്ടായ ഗ്രോത്ത് എത്രയാണ്, വളർച്ച എത്രയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് പോസിറ്റീവ് ഗ്രോത്തും ആകാം, നെഗറ്റീവ് ഗ്രോത്തും ആകാം. ഈ വർഷത്തെ ജി ഡി പി കഴിഞ്ഞ വർഷത്തിനേക്കാളും വലുതാണെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഈ വർഷത്തെ ജി ഡി പി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റിനെയും കാണിക്കും. തെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. കണ്ടു, ഇവിടുത്തെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. 17-18 ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആദ്യം കൂടി 17-18 തൊട്ട് 20 വരെ ആയപ്പോൾ അത് കുറഞ്ഞു തുടങ്ങി. 20-21 ആയപ്പോൾ അത് നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ 0-ന് മുകളിലാണെങ്കിൽ അത് പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്, അല്ലെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. അതാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. 0-നേക്കാളും മുകളിലാണെങ്കിൽ, അതായത് ഈ സംഖ്യ വലുതും ഈ സംഖ്യ ചെറുതുമാണെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്. അതായത് ഈ വർഷത്തെ ഗ്രോത്ത് കൂടുതലും കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, ജി ഡി പി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്. ഇനി ഇതൊരു ചെറിയ സംഖ്യയും ഇതൊരു വലിയ സംഖ്യയും ആയിക്കഴിഞ്ഞാൽ മാത്രം അത് നെഗറ്റീവ് ആവും. കാരണം 0-ന് താഴോട്ട് പോകും. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. അപ്പോൾ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഇൻകത്തിനെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് പ്രതിശീർഷ വരുമാനം, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇത് എന്ത് കാണിക്കും, മൊത്തം ദേശീയ വരുമാനം, മൊത്തം നാഷണൽ ഇൻകത്തിനെ നമ്മൾ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് സിമ്പിൾ മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം, ലിമിറ്റേഷൻസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഗ്രോത്ത് റേറ്റ് അളക്കാനെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും എക്കണോമിക് ഗ്രോത്തിൻ്റെ അളവ് അറിയാനായിട്ട്. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ട്, ഒരു രാജ്യത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ വർഷങ്ങളിലുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് അറിയാനും പറ്റും. ഇതിലൂടെ നമുക്ക് സാമ്പത്തികമായി വളർച്ചയാണോ മോശമാണോ ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത്, ദേശീയ വരുമാനം അത് പല രീതിയിൽ കിട്ടും അല്ലേ. നമുക്ക് ജി ഡി പി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, GNP വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, NNP വെച്ച് കണ്ടുപിടിക്കാനും പറ്റും. GDP ഓർമ്മയുണ്ടല്ലോ, ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് അകത്താണെങ്കിൽ അത് GDP. GNP എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, അകത്തും പുറത്തുള്ളതൊക്കെ കൂട്ടിയാൽ അത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇനി ടോട്ടൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നോക്കാം, ദ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മുടെ വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇവർ എല്ലാ രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റ ഇൻകം എടുക്കും, എന്നിട്ട് അതിനെ താരതമ്യം ചെയ്യും. എന്നിട്ട് പെർ ക്യാപിറ്റ ഇൻകം വെച്ച് രാജ്യങ്ങളെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ലോ ഇൻകം കൺട്രീസ്, ലോവർ മിഡിൽ ഇൻകം കൺട്രീസ്, അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് ആൻഡ് ഹൈ ഇൻകം കൺട്രീസ്. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്, പെർ ക്യാപിറ്റ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂടുതലായിട്ടുള്ള രാജ്യങ്ങളാണെങ്കിൽ അത് ഹൈ ഇൻകം കൺട്രീസ്, അതായത് $1.4006 മുമ്പ് കൂടുതലാണ്. നമ്മളിപ്പോൾ അതായത് ഇപ്പോൾ അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോൾ ഇത്ര സംഖ്യയുണ്ട്, ഒരു വലിയ സംഖ്യയുണ്ട്, അവിടുത്തെ പോപ്പുലേഷൻ ഇത്ര, അപ്പോൾ ഇത്രയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1.4006 മുകളിലാണെങ്കിൽ, ഉദാഹരണം USA, ജർമ്മനി, ജപ്പാൻ, ഇതൊക്കെ ഹൈ ഇൻകം രാജ്യങ്ങളായിട്ട് വരും. 4516 തൊട്ട് 14500 വരെയാണെങ്കിൽ നമ്മൾ തന്നെ അപ്പർ മിഡിൽ ഇൻകം എന്ന് വിളിക്കും. ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക.
1146 തൊട്ട് 4515 വരെയാണെങ്കിൽ നമ്മളതിനെ ലോവർ മിഡിൽ ഇൻകം എന്ന് പറയും. ഇന്ത്യ, ബംഗ്ലാദേശ്, കെനിയ ലോവർ മിഡിൽ ഇൻകത്തിലാണ് വരുന്നത്. ഇതിനൊരു കാരണം കൂടെ ഉണ്ട്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ സംഖ്യ ചെറുതാകാനുള്ള സാധ്യത കൂടുതലാണ്. ലോ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ $1114 താഴെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സംഭവം? പെർ ക്യാപിറ്റ ഇൻകം, മൊത്തം രാജ്യത്തിൻ്റെ ഇൻകത്തിനെ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പെർ ക്യാപിറ്റ ഇൻകം. ഇതുകൊണ്ട് രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, രാജ്യങ്ങളെ പലതായി താരതമ്യം ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്ങനെ? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $1145 താഴെയാണെങ്കിൽ അത് ലോവർ ഇൻകം, 1146 തൊട്ട് 4516 വരെയാണെങ്കിൽ ലോവർ മിഡിൽ ഇൻകം, 4516 തൊട്ട് 14005 വരെയാണെങ്കിൽ അപ്പർ മിഡിൽ ഇൻകം, 14006 മുകളിലാണെങ്കിൽ അത് ഹൈ ഇൻകം എന്നിങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. ഇത് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മളത് പിന്നീട് പഠിക്കും. ഇനി രണ്ടാമത്തെ യൂസ് എന്താ? ഒരു രാജ്യത്തിൻ്റെ തന്നെ പല പല വർഷങ്ങളിലുള്ള മാറ്റം അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ 91-ൽ 364 ആയിരുന്നു, അത് 2001-ലായപ്പോൾ 442 ആയി, 2011-ലായപ്പോൾ അത് 1500 ആയി, 2021-ആയപ്പോൾ 2500 ആയി. അപ്പോൾ ആലോചിച്ച് നോക്കി, 10 കൊല്ലത്തിലുള്ള വ്യത്യാസത്തിൽ ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായതിനേക്കാളും മാറ്റം ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായില്ലേ? അടുത്ത് ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ മാറ്റവും ഈ 10 കൊല്ലത്തിലുണ്ടായ മാറ്റവും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓവർ ദ സെയിം പീരീഡ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് വൺ കൺട്രി ഓവർ എ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് നിങ്ങൾ എന്ത് പഠിച്ചു വെക്കേണ്ടത്? യൂസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ പോയിന്റാണ്. ഇതെന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രണ്ട് ഗുണങ്ങൾ, രാജ്യങ്ങളെ താരതമ്യം ചെയ്യാനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ വർഷങ്ങളിലുള്ള മാറ്റത്തെ താരതമ്യം ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ മെയിൻ ചോദ്യം. ഇവിടുന്ന് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പെർ ക്യാപിറ്റ ഇൻകം സത്യത്തിൽ കറക്റ്റ് ഒരു വാല്യൂ അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നോക്കടാ, 2 രാജ്യങ്ങളുണ്ട്. എ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ 2 രാജ്യത്തും 5 ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 2, 3, 4, 5. ഇവിടുത്തെ വ്യത്യാസം നോക്കിക്കൊള്ളേ. ഇവിടെ 4 പേർക്കും വരുമാനം ഭയങ്കര കുറവാണ്. പക്ഷെ 5ാമത്തെ ആളെന്ന് പറയുന്നത് അംബാനിയാണ്. അംബാനിയെ പോലെ കോടീശ്വരനാണ്. ഇവിടെ അംബാനിമാരൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഏതാണ്ട് തുല്യമായിട്ടുള്ള വരുമാനം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ 100 വെച്ചിട്ടാണ് വരുമാനം. 100, 100, 100, 100, 100. അപ്പോൾ എത്രയായി? 100, 200, 300, 400, 500. മൊത്തം വരുമാനം 500. ഉള്ള ആൾക്കാരുടെ എണ്ണം 5. അപ്പോൾ ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 100. ഇനി ഇവിടെ നോക്കിക്കോ. ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഞാനൊരു ഉദാഹരണം പറയുകയാണേ. 2, 4, 6, 8. 2, 4, 6, 8. 2, 4, 6, 8. ഇവിടെ 92 പറയാൻ പറ്റത്തില്ല അല്ലേ? 492 ഈ ഒരാളുടെ വരുമാനം. ഇവിടുത്തെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും? 492 പ്ലസ് 2, 4, 6, 8 എത്ര? 500 ബൈ ടോട്ടൽ പോപ്പുലേഷൻ 5. ഇവിടെയും പെർ ക്യാപിറ്റ ഇൻകം 100. രണ്ടിടത്തെയും പെർ ക്യാപിറ്റ ഇൻകം 100. അപ്പോൾ രണ്ടും ഒരേപോലെ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ തുല്യമായി അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എന്താണ്? തുല്യമായി ഡിവൈഡ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഈ പെർ ക്യാപിറ്റ ഇൻകവും പേഴ്സണൽ ഇൻകവും എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, സെയിം അല്ല. അതായത് ഇപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ വേണ്ട, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 14,006 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഉള്ള എല്ലാവർക്കും 14,004 രൂപ വെച്ച് എല്ലാ കൊല്ലവും കിട്ടുമെന്നല്ല അർത്ഥം. ചിലപ്പോൾ അവിടുത്തെ ഉള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും വരുമാനം ഇല്ലായിരിക്കും. കുറേ 1-2 ആൾക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇവർ എല്ലാവരുടെയും വരുമാനം ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിനകത്ത് കാൽക്കുലേറ്റ് ആകുമല്ലോ. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു വലിയ സംഖ്യയായിട്ട് മാറും. അതിന് നമുക്ക് അതേ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ കിട്ടും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാവർക്കും ഏതാണ് തുല്യമായിട്ടുള്ള വരുമാനം കിട്ടും. അപ്പോൾ രണ്ടിലും ഡെവലപ്ഡ് രാജ്യം ഏതായിരിക്കും? അത് ഇതായിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ആവറേജ് ഇൻകം ആണ് ഈ തന്നേക്കുന്നത്, അത് ആക്ച്വൽ ഇൻകം അല്ല. അതായത് പേഴ്സൺസ് അല്ലേ, ബട്ട് ദ പേഴ്സണൽ ഇൻകം ഈസ് ദ ആക്ച്വൽ ഇൻകം ഓഫ് എ പേഴ്സൺ. ഇതെന്താവും? ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ക്യാൻ ബി ഹയർ
ഓർ ലോവർ ദാൻ ദ പേഴ്സണൽ ഇൻകം. അപ്പോൾ ഇതെന്തായിരിക്കും? പേഴ്സണൽ ഇൻകത്തെക്കാളും കൂടുതലോ കുറവായിരിക്കും. അപ്പോൾ അതൊരു പ്രധാന ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പോൾ ഇത് വെച്ച് നമ്മുടെ രാജ്യത്തിന്, അതായത് ഇപ്പോൾ അമേരിക്കയെയും നമ്മളിപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ എടുത്തിട്ട് പെർ ക്യാപിറ്റ ഇൻകം വെച്ച് താരതമ്യം ചെയ്താൽ രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷേ രണ്ടിനും വ്യത്യാസമല്ലേ ആവും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്കിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് നോക്കാം. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഫ്രം വേരിയസ് സോഴ്സസ് ഓവർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഒരു വ്യക്തി ആക്ച്വലി നേടുന്ന ഇൻകമാണ് പേഴ്സണൽ ഇൻകം. ഇതൊരിക്കലും പെർ ക്യാപിറ്റ ഇൻകത്തിന് തുല്യമല്ല. സോ ഇങ്ങനൊരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നത്. രണ്ട് രാജ്യത്തെയും ജനങ്ങളുടെ ഇൻകം നമ്മൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഇൻകം ആയിരിക്കും, പക്ഷേ അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആക്ച്വൽ ഇൻകം പേഴ്സണൽ ഇൻകം, ഇങ്ങനെ എടുക്കുന്ന ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ അതൊരു കറക്റ്റ് വാല്യൂ അല്ല. സോ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഇറ്റ് ഈസ് ഓൺലി എൻ ആവറേജ് ഇൻകം. ഇതെന്താണ്? ആവറേജ് ആണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അത് കിട്ടണമെന്നല്ല. അടുത്ത്, ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ദ വെൽത്ത് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ്. കണ്ടോ, എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു ബി എന്ന രാജ്യത്തിൽ, പക്ഷേ ഇവിടെ എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം പിടിയിട്ട് കാണുമല്ലോ. 3, സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും, ഡബിൾ കൗണ്ടിങ് എറർ ആയിക്കോട്ടെ, ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആയിക്കോട്ടെ, അതെല്ലാം എവിടെയും റിഫ്ലക്റ്റ് ആകും, പെർ ക്യാപിറ്റ ഇൻകത്തിലും റിഫ്ലക്റ്റ് ആകും. അടുത്ത നാലാമത്തത്, ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് പെർ ക്യാപിറ്റ ഇൻഡെക്സ്. എന്ന് വെച്ചാൽ ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ്, ഇതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, വെറും പൈസ മാത്രം. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ഒരു ഗ്രോത്ത് റേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. അത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് മാറ്റാനായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതായിരിക്കും നല്ലത്, അല്ലേ? ഇന്ന് 1/2 മണിക്കൂറോളം ആയി. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.